പോർച്ചുഗലിന് നൽകിയ സംഭാവനകൾ മാനിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അവാർഡ്. ക്രിസ്ത്യാനോ ഗോട്ട് റൊണാൾഡോ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രസിഡൻറ്റിൻ്റെ ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു അവാർഡ് ഒരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അൽ നസറിന് വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ട്രോഫി മാത്രം അകന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിന് അൽ നസറിനെത്തിയിട്ട് വേണ്ട നേട്ടങ്ങളൊന്നും നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പോർച്ചുഗലിൽ ഇപ്പോൾ അദ്ദേഹം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പോർച്ചുഗലിൻ്റെ സ്ക്വാഡിൽ ഉണ്ട്. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് രണ്ട് ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഗോളുകളും അസിസ്റ്റുകളുമായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു കുറേ റീസെൻ്റ്ലി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു അവാർഡ് എനിക്ക് അവസാനമല്ല, ഒരു നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം 1000 ഗോളുകൾ തൻ്റെ കാലിൽ നിന്ന് പിറക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ആ ഒരു മുഹൂർത്തം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം, അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസൊക്കെ. അപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം, 1000 ഗോളുകൾ ഞാൻ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. കാരണം നിലവിൽ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടോപ്പ് സ്കോറർ ഞാൻ തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും 900 ഗോളുകൾ പിന്നിട്ട് ഇപ്പോഴും അദ്ദേഹം ഗോൾ വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ടീമുകൾക്ക് വേണ്ടിയിട്ടും. ഇപ്പോഴും നാഷണൽ ടീമിൽ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അടുത്ത വേൾഡ് കപ്പാണ് ലക്ഷ്യമെന്ന് അദ്ദേഹത്തിൻ്റെ സഹതാരം മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നിലവിലെ ഈ ഒരു ഫോമെങ്കിലും കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ലയണൽ മെസ്സിയുടെ കാര്യവും. അദ്ദേഹവും അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും ടീമിൽ തുടരണം എന്നുള്ള കാര്യം. ഏതായാലും മെസ്സിയും റൊണാൾഡോ ഒക്കെ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഇതിൽ നിന്നൊരു സൂചനകൾ നൽകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പോർച്ചുഗലിന് നൽകിയ സംഭാവനകൾ മാനിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡ് റീസെൻ്റ്ലി കിട്ടിയിട്ടുള്ളത്.